നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, ഇത് എൻ്റെ കൽപ്പനയാണ്. പരിശുദ്ധാത്മാവ് വേറൊന്നുമല്ല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പിതാവേ, ഈ കുരിശിന്റെ വഴി എനിക്ക് വേണോ? സ്വർഗം ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കൊടുക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. പ്രശ്നങ്ങളുണ്ടെന്ന്, പ്രതിസന്ധികളുണ്ടെന്ന്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്കുണ്ടായിട്ടില്ല, നേരിട്ടിട്ടില്ല. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കുകയും ചെയ്യും. പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. ഈ കാത്തിരിപ്പ് ശുശ്രൂഷയാണ് പന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഈശോ ശിഷ്യന്മാരോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, പന്തക്കുസ്തയോ, ഈ തിരുനാൾ എന്താ ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? വേറെ എന്തോരം തിരുനാളുകൾ കിടക്കുന്നു, ഈ തിരുനാളിന് വേണ്ടി ഇത്രത്തോളം ഒരുക്കത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഇത് യേശുവിൻ്റെ കൽപ്പനയുടെ തിരുനാളാണ്. ഹല്ലേലൂയ. ഇതൊരു ഒബ്ലിഗേഷനാണ്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താ പോരെന്ന്. ഈശോ ശിഷ്യന്മാരോട് കൊച്ചു വർത്തമാനം പറഞ്ഞെന്നല്ല. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, ഇത് എൻ്റെ കൽപ്പനയാണ്. ഇറ്റ് ഈസ് മൈ ഓർഡർ. ഇത് എൻ്റെ കൽപ്പനയാണ്. യേശു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും നൽകുന്ന ഒരു കൽപ്പനയാണ്. ഈ തിരുനാൾ ആഘോഷിക്കണം, പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കണം. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് പന്തക്കുസ്ത തിരുനാൾ ഒന്ന് ആഘോഷിക്കണം. പറഞ്ഞു കൊടുത്തേ. ഇതൊരു കൽപ്പനയാണ്. ഇറ്റ് ഈസ് ആൻ ഓർഡർ, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ. ഇത് ചെയ്തേ പറ്റൂ. ഈശോ ഈ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഈ പോട്ടാശ്രമത്തിന്റെ അനുഗ്രഹത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കേൾക്കുന്നു, ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് അനേകര് കേൾക്കുന്നു. നീ വിശ്വസിച്ചോണം, നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി അത്രമേൽ ഞാൻ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ബലപ്പെടണം. വിശ്വസിക്കുന്നവർ നന്നായിട്ടൊന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 10 ദിവസത്തെ ശുശ്രൂഷയിൽ നമ്മൾ ക്രമീകരിക്കുന്നത്. ആവർത്തിച്ച് ഈ ദിവസങ്ങൾ കേൾക്കുന്നതും പാടുന്നതും എല്ലാം എന്തിനെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവ്, വേറൊന്നുമല്ല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശ്രദ്ധിച്ച്, ചിലരെങ്കിലും പറയാറുണ്ട്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഒന്നും അനുഭവിക്കാൻ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞോ? പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ആവർത്തിച്ച് നമ്മൾ പറയണം. ഹല്ലേലൂയ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ആവർത്തിച്ച് നമ്മൾ പറയുന്ന, കേൾക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ അത് ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. ഒരു കൊച്ചു ഉദാഹരണം പറയാം. നാളുകൾക്ക് മുമ്പ് എറണാകുളം വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചേർത്തലയ്ക്ക് പോവുകയാണ്. പ്രൈവറ്റ് ബസ് നിറച്ച ആളൊക്കെ ഉണ്ട്. ഈ ബസ്സിൻ്റെ അകത്തൊരു പാട്ടിട്ടിട്ടുണ്ട്, ലജ്ജാവതിയെ. പാട്ടിതാണ്. ഈ പാട്ട് ത്രൂ ഔട്ട് ആ 1 മണിക്കൂർ സമയം ചേർത്തല എത്തുന്നവരെ ഈ പാട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ പാട്ടാണ്. ആളുകളൊക്കെ പാട്ടൊക്കെ ലയിക്കുന്നുണ്ട്, ആളുകൾ ഇറങ്ങുന്നു, കയറുന്നു. ഞാൻ ഈ 1 മണിക്കൂർ സമയം മുഴുവൻ കേട്ടത് എന്തിനെ കുറിച്ചാ? ലജ്ജാവതിയെ. ചേച്ചിക്ക് ഒരു ചിരി വന്നില്ലേ? ലജ്ജാവതിയെ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇത് കേട്ടു. അവിടെ ഞാൻ ചെന്നത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്.
എനിക്ക് തോന്നുന്നു ഒരു ആദ്യ കുർബാന ശുശ്രൂഷയ്ക്കാണ് ഞാൻ ചെന്നത്. ലോഹയൊക്കെ ഇട്ട് അൾത്താര നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം എന്നതാ ചേച്ചി? ആ ലജ്ജാവതിയെ. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലായി? നമ്മൾ തുടർച്ചയായിട്ടൊരു കാര്യം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സ് റീപ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഒരു കാര്യം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നു. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഊണിലും ഉറക്കത്തിലും നമ്മുടെ ഉള്ളിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അതാണ് പന്തക്കുസ്തായുടെ ശുശ്രൂഷയുടെ വലിയ അനുഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് കൃത്യം വേറെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ജോൺ ബോൾ 2 മാർപ്പാപ്പയുടെ പ്രാർത്ഥന പഠിച്ചതാ ഏതാ? കം ഹോളി സ്പിരിറ്റ്. ആവർത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. വേറെ ഒന്നിനും വേണ്ടി ചോദിക്കേണ്ട കേട്ടോ. വേറെ ഭൗതികമായ ഒരു കാര്യത്തിന്റെ പുറകെ പോകല്ലേ, മറിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതാണ് നേരത്തെ വചനത്തിൽ നമ്മൾ പഠിച്ച അത്ഭുതകരമായ ഒരു കാര്യം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ വരുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളെ കൈ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് സഹോദര സഹോദരി വരുന്നു, സ്വീകരിച്ചോളൂ, പറഞ്ഞോളൂ, കൊടുക്കുക കേട്ടോ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മളെ സഹായിക്കാൻ പോവുകയാണ്. വിഷയം ഇതാണ്: നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അത് പ്രാർത്ഥനയെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അല്ലേ? ചേച്ചിയുടെ ആഗ്രഹം എന്താണ്? ഭർത്താവ് ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണം. സത്യമല്ലേ? അതെ അല്ലേ ചേട്ടാ? എന്താ ആഗ്രഹം? ഞാൻ പറയുന്ന പോലെ എൻ്റെ ഭാര്യ കേൾക്കണം. എന്തു ചെയ്യാനാ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ഭാര്യ കേൾക്കുന്നില്ല, ഭർത്താവ് കേൾക്കുന്നില്ല, മക്കള് പറയണ്ട. നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ എന്തോരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ, ഇത് സാധിച്ചു കിട്ടണം. നമ്മൾ അതിനു വേണ്ടി നീണ്ട നാളുകളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ സാധിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സർവശക്തനായ ഈശോ ഒരു വലിയ മാതൃക കാണിച്ചു തരികയാണ്. നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനം. പിതാവിനോടുള്ള ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. വലിയ സങ്കടപ്പെട്ട ഈശോ പ്രാർത്ഥിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 42, 22-42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. യെസ്. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതെവിടെ വെച്ച ഈശോ പ്രാർത്ഥിച്ചെന്നറിയോ? പറയൂ, ഒച്ചത്തി പറ. ഗെത്സമിൻ തോട്ടത്തില് ഈശോ ഇങ്ങനെ രക്തം വിയർത്ത്, അങ്ങനെയാ ബൈബിൾ എഴുതിയിരിക്കുന്നത്, രക്തം വിയർത്ത് അത്രമേൽ ഭാരപ്പെട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പിതാവേ ഈ കുരിശു മരണം വേണോ? ഇതൊന്ന് മാറ്റണ്ടേ അല്ലേ? എനിക്കിത് പറ്റുമോ? ഈശോ സങ്കടപ്പെട്ടുവാ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഉറക്കം തൂങ്ങിയാണ് പ്രാർത്ഥിച്ചത് അല്ലേ ചേച്ചി? എങ്ങനെ പ്രാർത്ഥിച്ചേ? രക്തം വിയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ മാനസിക സംഘർഷം, അത്രമേലുള്ള ഞെരുക്കം ഉള്ളിലുണ്ട്. എന്നിട്ട് പിതാവേ ഈ കുരിശിന്റെ വഴി എനിക്ക് വേണോ അല്ലേ? ഇതെനിക്ക് വേണോ? ഞാൻ എന്നതാ ചെയ്യണ്ടേ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല, എന്നതാ ചെയ്യണ്ടേ?
കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി പറഞ്ഞതുപോലെ, എൻ്റെ അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എത്ര വർഷമായി? 25 വർഷമായി. 25 വർഷമായെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സമാധാനം, കുറച്ച് വർഷമൊക്കെ ആയിരുന്നെങ്കിൽ വല്ല വഴക്കായിരുന്നേനെ. ഞാൻ ചോദിച്ചു, അപ്പോൾ 25 വർഷമായല്ലോ, കൊള്ളാം. എൻ്റെ അച്ഛാ 25 വർഷമായി. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് വിവാഹമോചനത്തിന് എവിടെ പോകണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ അച്ഛൻ്റെ അടുക്കെ വന്നത് എന്തിനാണെന്നറിയാവോ? ഇടവക വികാരിച്ചൻ്റെ അടുക്കെ പോകണോ, അതോ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ്റെ അടുക്കെ വരണോ, അതോ കോടതി പോകണോ വിവാഹമോചനത്തിന്? എത്ര വർഷമായി? 25 വർഷമായി. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചി 25 വർഷമായില്ലേ, ആ ഇനി ഈ ഭാരം ചുമക്കണോ? ഇനി ഈ ഭാരം ഞാൻ ചുമക്കണോ? പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. എത്ര നാളായി ഇങ്ങനെ ചുമക്കാൻ തുടങ്ങിയിട്ട്? മടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഒരു ഭാരമാണ്. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അല്ലേ? ഭർത്താവിൻ്റെ മദ്യപാനം എനിക്കറിയാം. കുറേ അധികം ചേച്ചിമാരെങ്കിലും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ എല്ലാ ദിവസവും കാണുമ്പം പറയും, എൻ്റെ അച്ഛാ കുടിയാ, ഇന്നലെ കുടിച്ചിട്ട് ദേ അവിടെ കിടന്ന് ഛർദ്ദിച്ചിട്ടിട്ടിരിക്കുക, എനിക്കിനി വയ്യ, ഇനി ഞാനങ്ങ് നോക്കത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെന്ന്. അപ്പോൾ വല്ലാത്ത ഭാരം. ഇനി എന്നാ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ചു മടുത്തു. പ്രാർത്ഥിച്ചിട്ടൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈശോ ആരാണ്? ഈശോ ഇതാ, പിതാവേ ഈ കുരിശ് ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഇങ്ങനെ കണ്ണുനീരോടെ ഈശോ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് നമ്മൾ തൊട്ടടുത്ത വചനം. അതിൻ്റെ 43-ാം തിരുവചനം എന്ന് വായിച്ച്, ചാപ്റ്റർ 22 വേഴ്സ് 43, 43-ാം വചനം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതായത് എപ്പോഴാണോ ഈശോ ചങ്ക് കീറി, പിതാവേ ഞാൻ എന്നതാ ചെയ്യേണ്ടത്, ഇങ്ങനെ ചങ്ക് കീറി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കൊടുക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ഇത് വായിക്കുമ്പോൾ നീ പഠിക്കണം, ഞാൻ പഠിക്കണം. എന്നാന്നറിയാവോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചിട്ടും ഉത്തരവൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം, എൻ്റെ ഈ പ്രാർത്ഥന വഴി സ്വർഗം എന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കിയവർ നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. മനസ്സിലായവർ നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കുടുംബം, അവരെനിക്ക് തോന്നുന്നു മിക്കവാറും ഞായറാഴ്ചകളോടെ പ്രാർത്ഥിക്കാൻ വരുന്നതാ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ദേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിലാ കേട്ടോ ഒന്ന് പിടിച്ചു നിൽക്കണത്. മനസ്സിലായോ? അതായത് അച്ഛാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിലാ ഒന്ന് പിടിച്ചു നിൽക്കുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകാം. കയ്യിലൊന്നുമില്ല, പക്ഷേ പിടിച്ചു നിൽക്കുന്നത് പ്രാർത്ഥനയുടെ ബലാന്ന്, പ്രാർത്ഥനയുടെ ബലം കൊണ്ടാന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടുകാർ ചോദിക്കും, എന്തിനാ ഈ പോട്ടാശ്രമത്തിലേക്ക് സ്ഥിരം പോകുന്നത്? അത് അവിടെ എന്നെ ഉണ്ടായിട്ടാ? നീക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ മെച്ചമുള്ള അല്ലേ? എന്നാൽ ആ ചേച്ചി ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു ചേച്ചി എന്നോട് വന്ന് പ്രാർത്ഥിച്ചത്, അച്ഛാ ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടാ വീട്ടിൽ നിന്ന് വന്നിരിക്കണേ. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ദേ പോട്ടാശ്രമത്തിലേക്ക് പോവുക. ഭർത്താവുണ്ടല്ലോ, ഇരുന്ന കസേര അവിടുന്ന് എഴുന്നേറ്റിട്ട് ആ കസേര എടുത്തൊരു ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞെന്ന് പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക, എന്നിട്ട് നീ പോട്ടയിൽ പോയി പ്രാർത്ഥിക്കുന്നു. എന്നതായി പ്രാർത്ഥിക്കുന്നേ? എന്നാത്തിനാ പ്രാർത്ഥിക്കുന്നേ? ആ സഹോദരി കരയുമ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഈ കണ്ണുനീരിന്റെ ബലത്തിലാ ഇപ്പോഴും നിങ്ങളുടെ വീട് നിലനിൽക്കുന്നത്. ഹല്ലേലൂയാ, മനസ്സിലാവണുണ്ടോ? ഈ കണ്ണുനീരിന്റെ ബലത്തിലാ. ആ സഹോദരി ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു 3 ബസ് മാറി കയറണം. എന്നോട് പറഞ്ഞു, അച്ഛാ കാലാവസ്ഥ അത്ര അനുകൂലമൊന്നും അല്ല, ഭർത്താവ് രാവിലെ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കി, എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വന്ന എന്നാന്നറിയോ? എൻ്റെ മക്കളെ കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ചും എനിക്ക് അത്രമേൽ സ്നേഹമുണ്ട് അച്ഛാ. ഇനി എനിക്കറിയാം ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്ന് എനിക്കറിയാം.
ഈ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഈ അഭിഷേകം നൽകും. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, സ്വർഗം നിനക്കൊരു ശക്തി നൽകും. ഹല്ലേലൂയ. 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 ഈ ജൂൺ മാസം എനിക്ക് വല്ലാതെ പ്രിയപ്പെട്ട മാസമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. കാരണം മഴയുള്ള മാസമാണ് എന്ന് മാത്രമല്ല, സ്കൂള് തുറക്കുന്ന മാസം അല്ലേ. ഞാൻ സെമിനാരിൽ ചേർന്ന് ജൂൺ മാസം. മറ്റൊന്നുകൊണ്ട് എനിക്ക് വല്ലാതെ എൻ്റെ ഹൃദയത്തോട് ചേർക്കപ്പെട്ടൊരു മാസമാണ്. കാരണം 25 വർഷം മുമ്പാണ് ഒരു ജൂൺ മാസം 12-ാം തീയതിയാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. ഞാനന്ന് സെമിനാരിയിൽ പഠിക്കുവാണ്. ബാംഗ്ലൂരുള്ള ഞങ്ങളുടെ ഫിലോസഫി ഹൗസിൽ പഠിക്കുവാണ്. 2000 ആണ്ട് ജൂൺ മാസം 12-ാം തീയതി എൻ്റെ അപ്പൻ ആശുപത്രിയിലാണെന്നറിഞ്ഞ വാർത്തയറിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നു. ആശുപത്രിയിലെത്തി. അപ്പൻ്റെ മരണസമയത്ത് ഞാൻ കൂടെയുണ്ട്. ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ 7ാമത്തെ ആളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ മരണത്തോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന വലിയൊരു ഭാരമുണ്ട്. പല പല കാര്യങ്ങളിലെ ഭാരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇളയവനായതുകൊണ്ട് തന്നെ അമ്മയോടൊരു വല്ലാത്ത സ്നേഹം കൂടുതലായിട്ടുണ്ടാവും, സ്വാഭാവികം. അപ്പം എൻ്റെ വീട്ടിൽ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ഞെരുക്കവും ഭാരവും സങ്കടവും. എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഞെരുക്കവും ഭാരവും സങ്കടവും. വീട്ടിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ്, ശവസംസ്കാരം കഴിഞ്ഞ് 7 കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂര് സെമിനാരിയിൽ ഞാൻ തിരിച്ചെത്തി. ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മുറിയിൽ വാതിലിൻ്റെ പടിയിൽ ഒരു എഴുത്ത് എനിക്കിരിപ്പുണ്ട്. ഒരെഴുത്ത്. ഞാൻ ആ എഴുത്തെടുത്ത് നോക്കി. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എഴുതിയ അവസാനത്തെ എഴുത്താണത്. അതായത് ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ മുറിയിലെത്തിയപ്പോൾ, ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ കാണുന്ന ആദ്യത്തത് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എഴുതിയ ഒരു ലെറ്ററാണ്. ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് പോന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു ലെറ്ററാണിത്. എൻ്റെ ബൈബിളിൽ ഞാൻ ഇടയ്ക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് എഴുതിയ ഒരു എഴുത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എഴുത്ത് വായിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പനോട് വല്ലാത്ത സ്നേഹം കൂടി. എന്നതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം കയറി. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ അമ്മയുടെ കാര്യം, എൻ്റെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. ഇനി ഈ സെമിനാരി ജീവിതം തുടരാൻ പറ്റുമോ? അതോ ഞാൻ നാട്ടിൽ പോയി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി ഭാരം. ഉറങ്ങാൻ പറ്റുന്നില്ല. സങ്കടം എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനോടും പറയാൻ പറ്റുന്നില്ല. സങ്കടം ഇങ്ങനെ തികട്ടി വരുമ്പോഴാണ് ഞങ്ങളുടെ സെമിനാരിയിൽ വാർഷിക ധ്യാനം ധ്യാനിപ്പിക്കാനായിട്ട് വന്നത് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, വിൻസെൻഷൻ സഭയുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. പനച്ചിക്കൽ അച്ഛൻ്റെ അടുക്കൽ ഞാൻ കടന്നു ചെന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷ അവസ്ഥയിലാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ അപ്പൻ മരിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. എൻ്റെ ഉള്ളിൽ മാനസികമായി വലിയ പിരിമുറുക്കത്തിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലാത്ത സങ്കടം. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഉടനെ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രദർ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ബ്രദറിന് തോന്നുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഭംഗിയായിട്ട് നടന്നില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാം എന്തെൻ്റെ ഉള്ളിൽ ഒരു ചിന്ത. അപ്പോൾ എന്നോട് ഈ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു തന്നു. ബ്രദറിൻ്റെ ഒരു കാര്യം ചെയ്യൂ. ബ്രദറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇത്രയല്ലേ ഉള്ളൂ. ബ്രദർ ഒരു കാര്യം ചെയ്യുക. വിളിച്ച വിളിയോട് വിശ്വസ്തനായിട്ട് നിൽക്കുക. ഒരു പുരോഹിതനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഈശോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ബ്രദർ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ബ്രദർ ഈ ദൈവവിളിയിൽ തുടർന്നു കഴിഞ്ഞാൽ ബ്രദർ വിശ്വസിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ വീട്ടിൽ ഈശോ ചെയ്യും. ഏതാ വേണ്ടേ? ഞാൻ പറഞ്ഞു,
എൻ്റെ ഉള്ളിലുള്ള ഭാരം മാറി. എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ വല്ലാത്ത ഭാരമുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാത്തിനും ഉത്തരം ഈശോ നൽകും. ബ്രദർ ധൈര്യമായിട്ടിരിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് കേട്ട് അന്ന് ഉറപ്പിച്ചൊരു കോൺട്രാക്റ്റാണ്. തമ്പുരാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം നിനക്ക്, എൻ്റെ ആകുലതയും എൻ്റെ ആവശ്യങ്ങളും ആര് നോക്കിക്കോണം? സ്വർഗം നോക്കിക്കോണം. കാരണം സ്വർഗത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കപ്പെട്ടാൽ സ്വർഗത്തിന്റെ ശക്തി ആ വിഷയത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങളേറെ കഴിഞ്ഞു. 25 വർഷമാവുന്ന എൻ്റെ അപ്പം മരിച്ചിട്ട്. എന്നും ഞാൻ അൾത്താരെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖം കാണും. കാരണം എന്നും പരിശുദ്ധ കുർബാന മുടക്കാത്തൊരപ്പനായിരുന്നു എൻ്റെ അപ്പൻ. എല്ലാ ദിവസവും വെള്ളവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ അൾത്താരയുടെ മുൻവശത്ത് ഈ അപ്പൻ ഈ കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിറകണ്ണുകളോടുകൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അപ്പന്റെ മരണത്തിന് ശേഷം സമ്പാദ്യം ഇങ്ങനെ അളന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. എന്താ മിച്ചമുള്ള? ഒന്നുമില്ല. ഈ ഭാരം എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ ഒരു വൈദികനായി ഈ പോട്ടാശ്രമത്തിന്റെ അനുഗ്രഹത്തിന്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം, സ്വർഗത്തിന്റെ ശക്തി തന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെന്റെ അനുഭവം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് ഒരു കാര്യം ഓർത്തോണം. ഒറ്റ കാര്യം നീ ഓർത്തോണം. നിന്റെ ഹൃദയത്തിലെ ഭാരം എന്താണോ ആ വിഷയത്തിന് സ്വർഗം ഒരു ഉത്തരം നൽകും. സ്വർഗം ഒരു ശക്തി തന്നിരിക്കും. ഹല്ലേലൂയാ. അതേത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര വലിയ ആഴത്തിലുള്ള വിഷയമായിക്കൊള്ളട്ടെ, ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം, കരയ്ക്ക് കയറാൻ പറ്റാത്ത വണ്ണം നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കുവാണോ? നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു ശക്തി നൽകും. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. 2 കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയാ, പരിശുദ്ധാത്മാവേ. 1 കൊറിന്തോസ് 10 അധ്യായം 13 തിരുവചനം. 1 Corinthians chapter 10 verse 13. നല്ലൊരു ഒന്നാന്തരം വചനം ഒന്ന് പഠിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന വിഷമിക്കുന്നവരോടാണ് ഈ വചനം പറയുന്നത്. 1 കൊറിന്തോസ് 10 അധ്യായം 13 തിരുവചനം. 1 Corinthians chapter 10 verse 13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. യെസ്, കണ്ടോ, വചനം പറയുകയാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലെന്ന്. ഇത് പറയുമ്പോൾ നീ വിശ്വസിച്ചോണം. നിന്റെ വീട്ടിലെ പ്രശ്നം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നം, ഇത് മനുഷ്യ സാധാരണമാണ്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്ന്, എല്ലാ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നല്ലോ. അയ്യോ എൻ്റെ കാര്യം ഇതല്ലേ ചിന്തിക്കുന്നുള്ളൂ. വലതും ഇടതും ഇരിക്കുന്നതിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി ചേച്ചി, കണ്ടോ? നിന്നേല് വലിയ ബോംബുമായിട്ട് അതിരിക്കുന്നത്. എപ്പോൾ പൊട്ടുവെന്നുള്ള ചിന്തയുള്ളൂ. ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ടൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. എല്ലാവരുടെ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന്, പ്രതിസന്ധികളുണ്ടെന്ന്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്കുണ്ടായിട്ടില്ല, നേരിട്ടിട്ടില്ല. വചനം അതാ പറയണ. അടുത്ത വചനം വായിച്ചേ. ദൈവം വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞേ. നമ്മള് വിശ്വസ്തരൊന്നും അല്ല. നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ, അല്ലേ? നമ്മുടെ കാര്യം നമുക്കറിയാം. ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വചന ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് 5 മിനിറ്റ് ആയില്ല, ഉറങ്ങി ഉരുണ്ട് വീഴുന്നു. ഇതാണ് നമ്മുടെ വിശ്വസ്തത, അല്ലേ? പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞുകൊടു. ഹല്ലേലൂയാ, നിന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് അടുത്ത വചനം എന്താ? നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്റെ ശക്തിക്കതീതമായ പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇപ്പോഴുള്ള ഭാരം, ഇപ്പോഴുള്ള നിന്റെ പ്രതിസന്ധി താങ്ങാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് എത്ര വലിയ കുരിശാണെങ്കിലും അത് ചുമക്കാൻ നിനക്ക് പറ്റും. യെസ്, നിന്റെ തലയിൽ തന്നിരിക്കുന്ന ഈ ഭാരം നിനക്ക് ചുമക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ തലയ്ക്കകത്ത് ചിന്ത എന്നാ? പറ്റത്തില്ല. ഈ തലയ്ക്കകത്ത് ഈ ചിന്തയാ. പക്ഷേ ഹൃദയം പറയുന്നു നിനക്ക് ചുമക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെങ്ങനെയെന്നല്ലേ? അടുത്ത വചനം ഒന്ന് വായിച്ചേ.
പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കണ്ടോ? അതായത് ഈ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരീക്ഷകളും അതിജീവിക്കാൻ വേണ്ട ശക്തി ആര് തരും? സ്വർഗം നിനക്ക് തരുമെന്ന്. നിനക്ക് ഇത്രയൊക്കെ ഉള്ളു കപ്പാസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വസ്തതയൊക്കെ മനസ്സിലായി, ഇത്രയേ ഉള്ളു കപ്പാസിറ്റി. പക്ഷേ ഇതിനെ നേരിടാനുള്ള കരുത്ത് സ്വർഗം നിനക്ക് തരും. ഹല്ലേലൂയാ. സങ്കീർത്തനം 121 നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. സങ്കീർത്തനം 121, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 121 വേഴ്സ് 1 to 8. സങ്കീർത്തനം 121 അതിന് 1-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. വായിച്ചോ? അറിയാമല്ലോ, വായിച്ചോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കണ്ടോ, എങ്ങോട്ടാ ഉയർത്തണേ? പർവ്വതങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, അതിന് മാത്രം പ്രശ്നമാണ്. ഉയരങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ നോക്കുക, എന്നെ ആര് സഹായിക്കും? എന്നെ ആര് സഹായിക്കും? എനിക്കാരുമില്ലേ, എനിക്കാരുണ്ടേ? അല്ലെ, ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാകും? ആരെന്നെ ബഹുമാനിക്കും? ആരെന്നെ പരിഗണിക്കും? ഇതിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ നിലവിളി നിലവിളി നിലവിളി, സങ്കടം. അടുത്ത വചനം ഒന്ന് വായിച്ചേ. എനിക്ക് സഹായം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സഹായം എവിടുന്നാ? സ്വർഗം. സ്വർഗം നിന്നെ സഹായിക്കുന്നു. സ്വർഗം നിന്നെ കൃത്യമായി സഹായിക്കും. നിന്റെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥന ഉയരുന്നിടത്ത് ഒരു സ്വർഗീയമായ ശക്തി അവിടെ വെളിപ്പെടും. ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഈ സഹായത്തെക്കുറിച്ചും സഹായകനെ കുറിച്ചും കൃത്യമായിട്ട് പഠിപ്പിക്കും. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 26. ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ടോ, കണ്ടോ, സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു ശക്തി, ഒരു സഹായം വരുന്നു. ഈ സഹായകൻ ഒരു പേരുണ്ട്. പേരെന്താ? സത്യാത്മാവ്. സത്യാത്മാവ്. ഉച്ചത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. നിന്റെ ജീവിതത്തിന്റെ സങ്കടത്തിലും ഭാരത്തിലും നെടുവീർപ്പുകളായിട്ട് ഇങ്ങനെ ഉയർത്തുമ്പോൾ സ്വർഗം നിന്നെ സഹായിക്കും. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 16-ാം അധ്യായം 7-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോൺ 16:7, ചാപ്റ്റർ 16 വേഴ്സ് 7. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. സഹായകൻ നിന്നെ സഹായിക്കും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തൊന്നും ബലപ്പെടുത്തി പറഞ്ഞ്, സഹായകൻ നിന്നെ സഹായിക്കും. സഹായകൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹെബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 6. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം 13:6. അവിടെ ഇരിക്കുന്ന അനേകർക്കുള്ളൊരു സന്തോഷ വചനമാണ്. വായിച്ചോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടോ, കണ്ടോ, വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഏറ്റുചൊല്ലി പറഞ്ഞ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരുടെ പീഡനങ്ങളിലോ ഉപദ്രവങ്ങളിലോ വിഷമിക്കുന്നുണ്ടോ? അയൽവാസികൾ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയുന്നു എന്ന് വിഷമിക്കുന്നുണ്ടോ? നിന്നെക്കുറിച്ച് ഇടവകയിൽ ഇല്ലാ കഥകൾ പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്ന ചിന്തയുണ്ടോ? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങളായിട്ട് ഉള്ളിലുണ്ടാവും. വീട്ടിൽ തന്നെ അംഗീകാരം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബനാഥ പറഞ്ഞ പോലെ, അച്ഛാ, 2 ആൺമക്കളെ വളർത്തി വലുതാക്കി,
പൊന്നുപോലെ വളർത്തി, രണ്ടുപേർക്കും ജോലിയായി, കല്യാണം കഴിഞ്ഞു, അവർക്ക് കുടുംബമായി. ഇപ്പൊ എന്നെ വേണ്ട അച്ഛാ. ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചു പോയതാ, കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാ, ഇപ്പൊ എന്നെ അവർക്ക് വേണ്ട, എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അച്ഛോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരെനിക്ക് സഹായം? ആരാ സഹായം? പരിശുദ്ധാത്മാവുണ്ടെന്ന്. നിന്റെ ഹൃദയത്തിന്റെ എത്ര വലിയ ഭാരമാണെങ്കിലും ആ ഭാരം നിനക്ക് ചുമക്കാൻ ശക്തി നൽകുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തില് പ്രത്യേകിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10. ഈ സഹായത്തെ കുറിച്ച് കൃത്യമായിട്ട് നന്നായിട്ടൊന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചേ. യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. കണ്ടോ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കുകയും ചെയ്യും. ഒന്നും കൂടെ അടുത്ത വചനം കൂടെ വായിച്ചേ. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ആര് പിടിച്ചിരിക്കുന്നു? കർത്താവിന്റെ വലത് കൈ, അത് പരിശുദ്ധാത്മ ശക്തി നിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയാണ് പിടിച്ചിരിക്കുന്നത്, ദൈവമാണ് പിടിച്ചിരിക്കുന്നത്. പറഞ്ഞേ. നമ്മുടെ പിടുത്തം നമുക്കറിയാം അല്ലേ? നമുക്കറിയാം, കാര്യം കാണാൻ വേണ്ടിയാ നമ്മുടെ പിടുത്തം. സത്യമല്ലേ? കാര്യം കാണണം അല്ലേ? മകന്റെ ജർമ്മൻ വിസ 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 വിസ. എനിക്ക് ആ ചേച്ചി ഇവിടെ എങ്ങനെ ഉണ്ടോ ആവോ? ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, അച്ഛാ ജർമ്മൻ വിസ, ജർമ്മൻ വിസ, ജർമ്മൻ വിസ പറയണ എല്ലാം ചെയ്യും. പിന്നെ കുറേ നാൾ കണ്ടില്ല. പിന്നെ ഞാൻ അവരുടെ ഇടവക പള്ളിയിൽ ഒരു പള്ളിപ്പെരുന്നാളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ, അച്ഛാ എത്ര നാളാ അച്ഛനെ കണ്ടിട്ട്? ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ, പോട്ടയിലൊന്നും. അതൊക്കെ നടന്നച്ചാ, അതൊക്കെ നടന്ന് അച്ഛനോട് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. 2-3 മാസം കഴിഞ്ഞ് അതൊക്കെ നടന്നച്ചാ. അവൻ ജർമ്മനിയിലെത്തി, ഇപ്പോൾ അവിടെ നന്നായിട്ടൊക്കെ പോകുന്നു. അവന് പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടി, എല്ലാം ഓക്കെയാണ്. ഞാൻ നോക്കട്ടെ അച്ഛാ, ഇനി എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ വരാം. നമ്മുടെ ആവശ്യം, നമ്മുടെ കാര്യം നടക്കണമെന്നല്ലേ? നമ്മുടെ പലപ്പോഴുള്ള നമ്മുടെ ഇവിടുത്തെ അങ്ങനെയാണല്ലോ അല്ലേ? ഈ പത്രോസ് വെള്ളത്തിലേക്ക് പോയി അല്ലേ? പത്രോസ് വെള്ളത്തിലേക്ക് പോയപ്പോൾ പത്രോസാണോ ഈശോയുടെ കയ്യെ പിടിച്ചത്? ഈശോയാണ് പത്രോസിന്റെ കയ്യെ പിടിച്ചത്. പറഞ്ഞേ, ഈശോയെ പിടിച്ചത്. അയാൾ കിടന്നുകൊണ്ട്, വെള്ളത്തിൽ കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കർത്താവാണ് അവന്റെ കയ്യെ കയറി പിടിച്ചതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ നിന്റെ സങ്കടത്തിന്റെ അനുഭവത്തില് ദേ കർത്താവിന്റെ വലത് കൈ നിന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയാ. 2 കരങ്ങൾ ഇങ്ങനെ അൽത്താരയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഈ കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ട്? പരിശുദ്ധാത്മാവ്. ഒന്നും കൂടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 41 അധ്യായം 13 തിരുവചനം വായിച്ചേ. സെയിം ചാപ്റ്റർ 41 വേഴ്സ് 13, 13. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. കണ്ടോ, നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഉറപ്പിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഇതാ, സ്വർഗം എനിക്കൊരു സഹായം തരുന്നു, അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ഒന്നും കൂടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ സഹായിക്കും. പറഞ്ഞു കൊടുത്തേ, ദൈവം നിന്നെ സഹായിക്കും. നോക്കി പറ, ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1:35. പരിശുദ്ധ അമ്മ സംശയം, ഭാരം, ഭയം, അസ്വസ്ഥത, ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ലൂക്ക 1:35 വചനം പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്ത് പറ്റി? പരിശുദ്ധ അമ്മയിൽ അത്രേ നേരം ഉണ്ടായിരുന്ന എല്ലാ ഭാരവും, അസ്വസ്ഥതകളും, സംശയങ്ങളും, ഭയവും എല്ലാം മാറി. എപ്പോൾ? പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച നിമിഷം മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 1 അധ്യായം 2 അധ്യായം 4 തിരുവചനം. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാര് അല്ലേ? അയ്യോ, ശിഷ്യന്മാരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാം. ഒറ്റൊരുത്തം പോലും ഒരു ആവശ്യ സമയത്തിന് കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ലെന്ന്. എല്ലാവരും ഓടിക്കളഞ്ഞു.
ഒരുത്തൻ ഗെത്സമീൻ തോട്ടത്തിൽ വന്നിരുന്നു. ബൈബിൾ പറയുന്നു അവൻ ഉടുത്തിരുന്ന തുണി പോലും ഉപേക്ഷിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇതാണ് അവസ്ഥ. ഒരുത്തൻ ഒരു പെണ്ണിന്റെ മുമ്പിൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ തുടങ്ങുന്ന ശിഷ്യന്മാര്, ബലമില്ലാത്തവർ, സങ്കടങ്ങളിൽ കഴിയുന്നവർ, ഭയപ്പെട്ട് കഴിയുന്നവർ. അപ്പസ്തോല പ്രവർത്തനം 2:4, 2-ാം അധ്യായം 4-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 4 വായിച്ചോ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പാവപ്പെട്ട മനുഷ്യര്, ഒത്തിരി കുറവുകളുള്ള, പാപാവസ്ഥയിലുള്ള, ഒത്തിരി കുറവുകളുള്ള മനുഷ്യര്, പക്ഷേ ഈ പരിശുദ്ധാത്മാവാകുന്ന നിത്യസഹായകനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ സ്വഭാവ രീതികൾ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്.